കതിർ ചൂടും നേരം നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ആശ്വാസത്തിൻ പുഞ്ചിരികൾ സഹജീവികൾ നാം ഒത്തുപിടിച്ചോരതിജീവന നവപാതകളിൽ ഇന്നും എന്നും ഒന്നായി നിൽക്കും തോൽക്കുകയിൽ ഒരു നാളിനിയും തോൽക്കുകയിൽ ഒരു നാളിനിയും. ആരോഗ്യ പരിപാലന സംവിധാനങ്ങളിൽ രാജ്യത്തൊന്നാം സ്ഥാനത്താണ് കേരളം. എല്ലാവർക്കും മികച്ച ചികിത്സയും ആരോഗ്യ പരിരക്ഷയും ഉറപ്പാക്കുന്ന നാട്. മറ്റ് ദേശക്കാർ പോലും ചികിത്സയ്ക്കായി ആശ്രയിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന സംസ്ഥാനം കൂടിയാണ് കേരളം. കോവിഡ് മഹാമാരി മുതൽ നിപ്പയെ വരെ ജാഗ്രതയോടെ നേരിട്ട നമ്മുടെ നാടിന്റെ ആരോഗ്യ സംവിധാനം ഇപ്പോൾ ലോകമെങ്ങും കീർത്തികേട്ട കേരള പെരുമയാണ്. ആ പെരുമയുടെ നെറുകയിൽ ചാർത്തിയ പൊൻതൂവലാണ് നമ്മുടെ നാട്ടിലെ സൗജന്യ ചികിത്സകൾ. ആരോഗ്യ സൂചകങ്ങളുടെ അളവുകോലിൽ രാജ്യത്തെ ഏതൊരു സംസ്ഥാനത്തെക്കാളും ബഹുദൂരം മുന്നിലാണ് കേരളം. മികച്ച ചികിത്സ മനുഷ്യന്റെ അവകാശമാണെന്നിരിക്കെ എല്ലാവർക്കും പ്രാപ്യവും സൗജന്യവും മികച്ചതുമായ ചികിത്സ ഉറപ്പാക്കാൻ പൊതുജനാരോഗ്യ മേഖലയിൽ മാതൃകാപരമായ ഇടപെടലുകൾ നടത്താൻ നമ്മുടെ സർക്കാരിന് കഴിഞ്ഞു. രാജ്യത്ത് ഏറ്റവും അധികം സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനമായി കേരളം മാറിയതോടെ വലിയ പുരോഗതിയാണ് കേരളം ഈ മേഖലയിൽ കൈവരിച്ചത്. കേരളത്തിലെ പോലെ ശക്തമായ ആശുപത്രി ശൃംഖല ഉണ്ടാവുക എന്നത് രാജ്യത്തെ പല സംസ്ഥാനങ്ങളുടെയും ആഗ്രഹമാണ്. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെയുള്ള വിപുലമായ ആരോഗ്യ ചികിത്സാ സംവിധാനം, എല്ലാവർക്കും പ്രാപ്യമായതും തുല്യത ഉറപ്പാക്കുന്നതുമായ ആരോഗ്യ സേവനങ്ങൾ, അവ നാട്ടിലെ മുക്കിലും മൂലയിലും വരെ സൗജന്യമായി ലഭിക്കുന്നുണ്ടെന്നുറപ്പാക്കുകയും രോഗപ്രതിരോധത്തിന് മാതൃകാ പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്യുന്ന ഭരണ സംവിധാനം, ചികിത്സയ്ക്ക് ചില്ലിക്കാശില്ലെങ്കിലും രോഗം വന്നാൽ സർക്കാർ ആശുപത്രികളിൽ മികച്ച ചികിത്സ കിട്ടും എന്നുറപ്പു പറയുന്ന ജനത, ഇതൊക്കെയാണ് ലോകം പ്രകീർത്തിക്കുന്ന ആരോഗ്യ കേരളത്തിൻ്റെ കരുത്ത്. നമ്മുടെ നാട് പൊതുജനാരോഗ്യ രംഗത്ത് വലിയ തോതിലുള്ള മുന്നേറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നൊരു ഘട്ടമാണ്. സർക്കാർ അവ വിപുലപ്പെടുത്തുകയും മെച്ചപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫലമായി ഒട്ടേറെ സുപ്രധാന നേട്ടങ്ങൾ നമ്മുടെ നാടിന് നേടാൻ കഴിയുകയാണ്. പല രീതിയിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ലഭ്യമാക്കാനായി മെഡിക്കൽ കോളേജുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വലിയ തോതിൽ മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു. അതുകൊണ്ട് ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് സാധാരണക്കാർക്ക് ആത്മവിശ്വാസത്തോടെ ആശ്രയിക്കാൻ കഴിയുന്ന സ്ഥാപനങ്ങളായി നമ്മുടെ സർക്കാർ ആശുപത്രികൾ മാറി. ക്യൂ നിൽക്കാതെ ഓൺലൈനിലോ നേരിട്ടോ ലഭിക്കുന്ന ഒരു OP ടിക്കറ്റ് ഉണ്ടെങ്കിൽ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ റഫറൻസ് സെന്ററുകളല്ലാത്ത മെഡിക്കൽ കോളേജുകളിൽ വരെ കേരളത്തിൽ രോഗികൾക്ക് നേരിട്ട് സൗജന്യ ചികിത്സ നേടാം. സാധാരണ പനി ചികിത്സ മുതൽ ഹൃദയ ശസ്ത്രക്രിയ വരെ നടത്താൻ ചുറ്റിലും സൗകര്യങ്ങൾ. താലൂക്ക് ആശുപത്രികളിൽ വരെ സ്പെഷ്യാലിറ്റി സംവിധാനം, ടെലിമെഡിസിൻ സൗകര്യം, ദേശീയ നിലവാരമുള്ള ആശുപത്രികൾ, അലോപ്പതി, ആയുർവേദം, ഹോമിയോ തുടങ്ങി ഇഷ്ടപ്പെട്ട ചികിത്സ തിരഞ്ഞെടുക്കാനുള്ള സൗകര്യം തുടങ്ങിയവയാണ് ഇവിടെ സംസ്ഥാന സർക്കാർ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ചെറിയ വീഴ്ചകളെ പർവ്വതീകരിക്കുന്ന വ്യാഖ്യാനങ്ങൾക്കിടയിലും ദിവസവും കേരളത്തിൽ ശരാശരി 1 ലക്ഷത്തോളം പേർ സർക്കാർ ആശുപത്രികളിൽ സൗജന്യ ചികിത്സ തേടുന്നത്. ഞങ്ങൾ വന്നത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നാണ്. പക്ഷേ എല്ലാവരും ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോഴത്തേക്കൊരു നമുക്കൊരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ്. പക്ഷേ കമ്പാരിറ്റീവ്ലി വിത്ത് മറ്റ് ഹോസ്പിറ്റൽസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ജനറൽ ഹോസ്പിറ്റൽ വളരെ നല്ലൊരു ഹോസ്പിറ്റലാണ്. ഞങ്ങൾക്ക് കിട്ടാവുന്ന വളരെ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതൊരിക്കലും നമുക്ക് നോ എന്ന് പറയാൻ പറ്റത്തില്ല. അത്രയ്ക്ക് നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ്. ഇവിടുത്തെ സ്റ്റാഫായാലും ഡോക്ടേഴ്സ് ആയാലും എല്ലാവരും വളരെ കോപ്പറേറ്റീവാണ്. എപ്പോൾ ഏതാവശ്യത്തിനും ഓടിയെത്തുന്നവരുമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ബുദ്ധിമുട്ടില്ല.
രോഗികളുടെ ഈ ഉറപ്പാണ് ഒരു പതിറ്റാണ്ടായി കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലെ സൗജന്യ ചികിത്സയുടെ കരുത്തുറ്റ തെളിവ്. ഇതുകൊണ്ടാണ് സാർവത്രിക സൗജന്യ ചികിത്സ ഉറപ്പാക്കി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനമെന്ന ഉത്കൃഷ്ട പുരസ്കാരം 3 വട്ടം കേരളത്തിന് സ്വന്തമായത്. കേന്ദ്രം ലക്ഷ്യമിട്ടതിനേക്കാൾ 3 ഇരട്ടി കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന നമ്മുടെ കേരളം തന്നെയാണ് സൗജന്യ ചികിത്സ നൽകുന്നതിൽ ഇപ്പോഴും ഇന്ത്യയിൽ 1-ാം സ്ഥാനത്ത്. കഴിഞ്ഞ 3 വർഷങ്ങളിൽ തുടർച്ചയായി രാജ്യത്ത് ഏറ്റവും അധികം സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനത്തിനുള്ള പുരസ്കാരം കേരളത്തിനാണ് ലഭിക്കുന്നത്. ഏറ്റവും അധികം സൗജന്യ ചികിത്സ നൽകുന്ന ആശുപത്രികളിൽ കോട്ടയം മെഡിക്കൽ കോളേജൊക്കെ ഉൾപ്പെടെ ആശുപത്രികളും ദേശീയ പുരസ്കാരത്തിന് അർഹമായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിൻ്റെ കൃത്യമായ കാഴ്ചപ്പാടിൻ്റെയും നയത്തിൻ്റെയും അടിസ്ഥാനത്തിൽ രോഗത്തിൻ്റെ മുന്നിൽ ഒരാളും നിസ്സഹായരായി പോകാൻ പാടില്ല എന്നുള്ളത്, രോഗത്തിനു മുന്നിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള പരാധീനതകൾ ഒരാളെ നിസ്സഹായമാക്കാനോ പാടില്ല എന്നുള്ള കാഴ്ചപ്പാട് ശാസ്ത്രീയമായി കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാസ്പ് വഴിയും അതോടൊപ്പം തന്നെ കാരുണ്യ ബെനവലൻറ്റ് ഫണ്ട് വഴി KBL, ഇപ്പോൾ കാസ്പിൻ്റെ കാർഡ് ഇല്ലാത്ത ആളുകൾക്ക്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് അവർക്ക് ചികിത്സാ സൗജന്യങ്ങൾ, സേവനങ്ങൾ ലഭ്യമാകുന്നു എന്നുള്ള ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കാരുണ്യ ബെനവലൻറ്റ് ഫണ്ട് നടപ്പിലാക്കുന്നത്. അതും ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം രാജ്യത്താകെ നൽകിയ സൗജന്യ ചികിത്സയുടെ 15% കേരളത്തിൽ നിന്നാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. 2021-22 5,76,955 രോഗികൾക്കും 2022-23 6,45,286 രോഗികൾക്കും സൗജന്യ ചികിത്സ നൽകിയ കേരളം 2 വർഷം കൊണ്ട് 3,030 കോടി രൂപയുടെ സൗജന്യ ചികിത്സയാണ് ആകെ ലഭ്യമാക്കിയത്. ഈ രീതിയിൽ 42 ലക്ഷം കുടുംബങ്ങൾക്കാണ് സംസ്ഥാന സർക്കാർ കേരളത്തിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ താങ്ങും തണലും ഒരുക്കിയിരിക്കുന്നത്. കാരുണ്യയിൽ നിന്നും 5 ലക്ഷം രൂപ സഹായമുണ്ട്. അതിൽ നിന്ന് ഈ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള കാശ് അവർ പെയ്ഡാക്കിയിട്ടുണ്ട്. ഇതൊരു നല്ല സഹായ പദ്ധതിയാണ്. ഇത് തുടർന്ന് ലഭിക്കുന്നത് എല്ലാവർക്കും നല്ലതാണ്. സംസ്ഥാനത്തെ ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങളിലെ അംഗങ്ങൾക്ക് ആശുപത്രികളിൽ പ്രവേശിക്കേണ്ടി വന്നാൽ പ്രതിവർഷം 5 ലക്ഷം രൂപ ചികിത്സയ്ക്കായി നൽകുന്ന ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണ് കേരളത്തിലെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. ദരിദ്രരും ദുർബലരുമായവർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്ന സർക്കാർ പരിശോധനയ്ക്കോ ചികിത്സയ്ക്കോ വേണ്ടി രോഗികളെ ആശുപത്രികളിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതിന് മുൻപുള്ള 3 ദിവസത്തെ ചെലവും ഡിസ്ചാർജിന് ശേഷമുള്ള 15 ദിവസത്തെ ചെലവും ഈ പദ്ധതിയിലൂടെ നിർവഹിക്കുന്നു. കുടുംബാംഗങ്ങളുടെ പ്രായം, എണ്ണം എന്നിവ പരിഗണിക്കാതെ എല്ലാ വ്യക്തികൾക്കും ആരോഗ്യവും തെരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിൽ പോലും ചികിത്സയും നൽകുന്നതിലൂടെ ആരോഗ്യ കേരളത്തിന്റെ കരുതൽ കൂടിയായി മാറുകയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. ഞങ്ങൾ തിരുവനന്തപുരത്ത് തന്നെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് 2 വർഷം കൊണ്ട് ഡയാലിസിസ് ചെയ്തത്. ഹസ്ബൻഡിന് നല്ല ചിലവുണ്ടായിരുന്നു. ഒരു ഡയാലിസിന് തന്നെ 3,800 രൂപ വരെ വാങ്ങിച്ച ദിവസങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് പിന്നെ കാരുണ്യയുടേതോ ഒന്നും ഇല്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് 2 ലക്ഷം രൂപയുടെ കാരുണ്യയുടെ ഫണ്ട് കിട്ടിയത്. അത് കഴിഞ്ഞ് 2 വർഷം വരെ ഞങ്ങൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ വീണ്ടും 1 ലക്ഷവും കൂടി ഞങ്ങൾക്ക് കിട്ടി. താഴ്ന്ന വരുമാനക്കാർക്കുള്ള ക്യാപ്സ് പദ്ധതിയിലൂടെ ചികിത്സ നൽകാൻ 612 ആശുപത്രികൾ സജ്ജമാക്കിയിരിക്കുന്ന കേരളത്തിൽ സർക്കാർ ജീവനക്കാരുടെയും ആശ്രിതരുടെയും ചികിത്സ ഉറപ്പാക്കാനായി മെഡിസെപ് എന്ന ആരോഗ്യ സുരക്ഷാ ഇൻഷുറൻസ് പദ്ധതിയും അതിഥി തൊഴിലാളികൾക്കായി ആവാസ് ഇൻഷുറൻസ് പദ്ധതിയും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകളിൽ വരെ എല്ലാവർക്കും സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന കേരളം താലൂക്കുകളിൽ വരെ സ്പെഷ്യാലിറ്റി സംവിധാനവും പ്രാദേശികാടിസ്ഥാനത്തിൽ സൗജന്യ സാന്ത്വന പരിചരണവും ഉറപ്പാക്കുന്നു. നമുക്ക് മുന്നത്തെ ആസ്പത്രിയെ അപേക്ഷിച്ചിട്ട് നമുക്ക് ഒരാളിവിടെ കൊണ്ടുവന്നാൽ എല്ലാ സംവിധാനങ്ങളും സ്കാനിങ്ങും അതുപോലെ തന്നെ ടെസ്റ്റിങ്ങും എല്ലാം നമുക്കിവിടെ
ഏത് സമയത്ത് വന്നാലും ലഭ്യമാണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പണ്ട് നമുക്ക് ഒരു 12 മണി കഴിഞ്ഞാൽ പിന്നെ സർവീസൊന്നും ഇവിടെ കിട്ടാത്ത അവസ്ഥയും പഴയ കാലങ്ങളുണ്ടായ. പക്ഷേ കഴിഞ്ഞ ഒരു 10 വർഷത്തിന് ഇങ്ങോട്ട് നമ്മളൊരു അനുഭവം എന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് വന്നാലും എന്ത് അസുഖത്തിന് വന്നാലും നമുക്ക് എല്ലാ ടെസ്റ്റുകളും സ്കാനിങ്ങും എല്ലാം തന്നെ ഇവിടെ ലഭ്യമാവുന്ന ഒരു സ്ഥിതിയുണ്ട്. രോഗാതുരത കുറയ്ക്കുന്നതിലൂടെ ആരോഗ്യ നിലവാരം മെച്ചപ്പെടുത്താനും ചികിത്സാ ചെലവ് കുറയ്ക്കാനുമാണ് നമ്മുടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. അതിനായാണ് ആരോഗ്യ കിരണം, ജനനി സുരക്ഷാ യോജന, ക്ഷയരോഗ നിവാരണ പദ്ധതി, ഹൃദ്യം, ശ്രുതിതരംഗം, അമ്മയും കുഞ്ഞും, മകിളർ ജ്യോതി, ഇ സഞ്ജീവനി ടെലിമെഡിസിൻ, വീടുകളിൽ പെരിറ്റോണിയൽ ഡയാലിസിസ് പദ്ധതി, ഇ ഹെൽത്ത്, പാലിയേറ്റീവ് കെയർ, വാർഷിക ആരോഗ്യ പരിശോധന, ജീവിതശൈലി നിയന്ത്രണ പദ്ധതികൾ എന്നിവയെല്ലാം നടപ്പിലാക്കുന്നത്. ഇത്തരം പദ്ധതികളിൽ ഉൾപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് സൗജന്യ ആരോഗ്യ സേവനം സർക്കാർ ഉറപ്പു നൽകുന്നു. ജന്മന ഹൃദ്രോഗബാധിതരായ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ള കുഞ്ഞുങ്ങൾക്ക് സൗജന്യമായി പരിശോധനകളും ചികിത്സയും ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് ഹൃദ്യം. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ജനിച്ചു വീഴുന്ന മുഴുവൻ കുഞ്ഞുങ്ങൾക്കും ഹൃദ്രോഗ സാധ്യത പരിശോധിക്കുന്ന പൾസ് ഓക്സിമെട്രി സ്ക്രീനിംഗ് നിർബന്ധിതമായി തന്നെ നടപ്പിലാക്കി വരുന്നുണ്ട്. ഈ ടെസ്റ്റിംഗ് വഴി കണ്ടെത്തുന്ന ഹൃദ്രോഗ സാധ്യതയുള്ള കുഞ്ഞുങ്ങളെ പ്രത്യേക പരിശോധനയും ഇക്കോ കാർഡിയോഗ്രാഫി പോലുള്ള ടെസ്റ്റുകൾക്കും വിധേയരാക്കി അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടെത്തുകയാണെങ്കിൽ സമയബന്ധിതമായി തന്നെ ഇതിനുള്ള സർജറി ഉൾപ്പെടെയുള്ള ചികിത്സകൾ നൽകി വരുന്നു എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത. സർക്കാരിൻ്റെ പദ്ധതി വഴിയാണ് ഈ 2 ഓപ്പറേഷൻ എൻ്റെ മോന് നടന്ന് കിട്ടിയത്. എൻ്റെ മോനെ തിരിച്ച് കിട്ടില്ല എന്ന പ്രതീക്ഷയിലിരുന്നപ്പോഴാണ് ഈ പദ്ധതിയൊക്കെ വന്ന് ഞങ്ങളെ സഹായിച്ചത്. കാരുണ്യ സുരക്ഷാ പദ്ധതിയുടെ അർഹത വിലയിരുത്തി ചികിത്സ ഉറപ്പാക്കാൻ എല്ലാ ആശുപത്രികളിലും സർക്കാർ കിയോസ്കുകൾ സജ്ജമാക്കിയിരിക്കുന്നു. വിവിധ കാരണങ്ങളാൽ ക്യാപ്സിൽ തുടരാനാകാതെ പോയവർക്കും സാമ്പത്തിക പിന്നാക്കാവസ്ഥയുള്ളവർക്കും ഈ കിയോസ്കുകൾ വഴി റേഷൻ കാർഡ് രേഖയാക്കി ചികിത്സ നടത്താനാകുമെന്നതാണ് സംസ്ഥാനത്തെ സൗജന്യ ആരോഗ്യ ചികിത്സയുടെ സവിശേഷത. കാസ്പ് കൗണ്ടറിൽ വരുന്ന ബെനിഫിഷ്യറികൾ കാർഡുമായി വരുന്നവരെ നമ്മൾ കാർഡ് എലിജിബിൾ ആണോ എന്നുള്ളത് ഷിയാക്കിൻ്റെ സൈറ്റിൽ ഒരു റേഷൻ കാർഡും കൂടെ വെച്ച് സെർച്ച് ചെയ്ത് നോക്കാറുണ്ട്. അവർ എലിജിബിൾ ആണെങ്കിൽ ആ കാർഡ് നമ്മൾ റീഡ് ചെയ്ത് അവർക്ക് അവരുടെ ഫിംഗർ വെച്ച് രജിസ്ട്രേഷൻ കഴിഞ്ഞ് അവർക്ക് വേണ്ടുന്ന ചികിത്സ അവർ രജിസ്ട്രേഷൻ ബുക്കിൽ കാസ്പിൻ്റെ സീലടിച്ച് ഉള്ള ചികിത്സ നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ വരുന്ന ലാബ് ടെസ്റ്റ്, എക്സ്റേ, ECG, സ്കാനിങ് എല്ലാം തന്നെ അവർക്ക് ഫ്രീ ആയിട്ട് ആണ് ചെയ്തു കൊടുക്കുന്നത്. കാസ്പിൽ ഉൾപ്പെടാത്തതും വാർഷിക വരുമാനം 3 ലക്ഷത്തിൽ താഴെയുള്ളവരുമായ വ്യക്തികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് കാരുണ്യ ബെനവലന്റ് ഫണ്ട്. 2 ലക്ഷം രൂപ വരെയാണ് ഇതിൽ സൗജന്യ ചികിത്സയ്ക്കായി സർക്കാർ നൽകി വരുന്നത്. വൃക്കരോഗികൾക്ക് 3 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന സർക്കാർ 5 മെഡിക്കൽ കോളേജുകളിലും RCC പോലുള്ള സ്ഥാപനങ്ങളിലും ഒതുങ്ങി നിന്നിരുന്ന അർബുദ ചികിത്സയ്ക്ക് വികേന്ദ്രീകൃത ചികിത്സാ സംവിധാനം ഉറപ്പാക്കുകയാണ്. ജില്ലാ താലൂക്ക് ആശുപത്രികളിൽ ജില്ലാ ക്യാൻസർ കെയർ എന്ന പേരിലാണ് സർക്കാർ അർബുദരോഗ ചികിത്സ സൗജന്യമായി സാധ്യമാക്കുന്നത്. 2023 മാത്രം 1.5 ലക്ഷം പേർക്കാണ് ഈ പദ്ധതിയുടെ ഗുണം ലഭിച്ചത്. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുമായി 15,000-ൽ അധികം രോഗികളാണ് RCCയിൽ ഓരോ വർഷവും രജിസ്റ്റർ ചെയ്യുന്നത്. ഇതിൽ 43% രോഗികൾക്ക് സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികളിൽ ഉൾപ്പെടുത്തി തീർത്തും സൗജന്യമായി ചികിത്സ നൽകി വരുന്നു. ബാക്കിയുള്ള 37% പേർക്ക് ESI, CGHS, മെഡിസെപ്പ് പോലെ ഏതെങ്കിലും ഗവൺമെൻറ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻഷുറൻസ് സ്കീമുകളിൽ ഉൾപ്പെടുത്തി സൗജന്യ ചികിത്സ കിട്ടുന്നു. അങ്ങനെ 80% രോഗികൾക്കും RCCയിൽ സൗജന്യ ചികിത്സ ലഭ്യമാണ്. കാസ്പിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങളിലെ 18 വയസ്സിൽ താഴെയുള്ള എല്ലാ കുട്ടികൾക്കും സർക്കാർ ആശുപത്രികളിലൂടെ സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം. സർക്കാർ ആശുപത്രികളിലെ കിയോസ്കുകളിലൂടെ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ ഗുണഭോക്താവിനെ ആരോഗ്യ കിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നു. ചികിത്സയ്ക്ക്
2.5 ലക്ഷത്തിന് മുകളിൽ ആവശ്യമായവർ മതിയായ രേഖകളുമായി ജില്ലാ മെഡിക്കൽ ഓഫീസറെയാണ് സമീപിക്കേണ്ടത്. സംസ്ഥാന തലത്തിൽ വിദഗ്ധരടങ്ങുന്ന സംഘം വിലയിരുത്തിയ ശേഷം അർഹരായവർക്ക് ചികിത്സ ഉറപ്പാക്കുന്ന ഈ പദ്ധതിയിലൂടെ ഹൃദയം മാറ്റിവെക്കൽ ഉൾപ്പെടെ ഒട്ടേറെ ചെലവേറിയ സങ്കീർണ ശസ്ത്രക്രിയകളാണ് സൗജന്യമായി സാധ്യമാക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമായി കേരളത്തിലെ 18 വയസ്സിന് താഴെയുള്ള മുഴുവൻ ഗുണഭോക്താക്കൾക്കും ആരോഗ്യാവസ്ഥകളിൽ വേണ്ടുന്ന പിന്തുണ നൽകുന്നതിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള പദ്ധതിയാണ് ആരോഗ്യകരണം. 30ഓളം ആരോഗ്യാവസ്ഥകളെ RBSK പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മിക്കവാറും തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും ചികിത്സ നൽകി വരുന്നുണ്ടെങ്കിലും ഇതിൽ പെടാത്ത ഒരുപാട് അപൂർവമായ രോഗങ്ങൾ ഉൾപ്പെടെ സർജറികൾ ഉൾപ്പെടെ ഉള്ള കണ്ടീഷനുകളിൽ ആരോഗ്യകരണം പദ്ധതി വഴി ഒരുപാട് ഗുണഭോക്താക്കൾക്ക് ചികിത്സ നൽകുവാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ തുടങ്ങിയ ജീവിതശൈലീ രോഗങ്ങൾക്കുള്ള പരിശോധനയും ഇൻസുലിൻ ഉൾപ്പെടെയുള്ള മരുന്നുകളും താഴെത്തട്ടിൽ വരെ സൗജന്യമായി നൽകി വരുന്ന നാടുകൂടിയാണ് കേരളം. ജീവിതശൈലി രോഗങ്ങളുടെ ഫലമായ വൃക്കരോഗങ്ങൾ, പ്രമേഹം, റെറ്റിനോപ്പതി തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള സ്ക്രീനിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി സർക്കാർ സാധ്യമാക്കുന്നു. ഗുരുതര ശ്വാസകോശ രോഗമായ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് അഥവാ COPD കണ്ടെത്തുന്നതിനുള്ള സ്പൈറോമെട്രി പരിശോധനയും ചികിത്സയും ശ്വാസ് എന്ന പദ്ധതി പ്രകാരം നമ്മുടെ സർക്കാർ ഉറപ്പാക്കുന്നു. COPD രോഗം സ്ഥിരീകരിച്ച 40,000-ലധികം രോഗികൾക്ക് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലൂടെ ഇതിനകം ഇൻഹേലറും സർക്കാർ സൗജന്യമായി വിതരണം ചെയ്തു കഴിഞ്ഞു. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെയാണ് ഞങ്ങൾ കൂടുതലും ആശ്രയിക്കുന്നത്. പണ്ടൊക്കെ ഓരോ ഹോസ്പിറ്റലും മരുന്നൊന്നും കിട്ടാത്തതുകൊണ്ട് വേറെ ഹോസ്പിറ്റലിലൊക്കെ പോകാറുണ്ട്. ഇപ്പം കൂടുതലും ആശ്രയിക്കുന്നത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെയാണ്. ഞങ്ങൾ വർഷം കൊണ്ട് ഇവിടുന്ന് തന്നെ മരുന്ന് മേടിക്കുന്നത്. ഇതുവരെ ഒരു പെൻഡിങ്ങും വന്നിട്ടില്ല. ഏതിനും എന്തിനും ഏത് അസുഖത്തും വന്നാലും. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഗവൺമെൻറ് ആദ്യമായി കണ്ട പ്രധാനപ്പെട്ട കാര്യം തന്നെ. അതിൽ പ്രധാനമായിട്ടും ഇവിടെ ചെയ്തിരിക്കുന്നത് നമ്മുടെ പണ്ടത്തെ പൊളിഞ്ഞ ബിൽഡിങ്ങുകളെല്ലാം മാറ്റി നല്ല രീതിയിൽ അതിനെ മെയിൻ്റെനൻസ് ചെയ്ത് അതിനെ നല്ല രീതിയിലോട്ട് മികച്ച രീതിയിലോട്ട് ഇൻഫ്രാസ്ട്രക്ചർ മാറ്റുകയുണ്ടായി. ഒരു ഹോസ്പിറ്റലിൽ കണ്ടാൽ തന്നെ അവർക്കൊരു നല്ല പോസിറ്റീവ് എനർജി കിട്ടുന്ന രീതിയിൽ ഹോസ്പിറ്റലിൻ്റെ രീതി തന്നെ മാറി. അതുപോലെ തന്നെ ഇരിക്കാനുള്ള സംവിധാനവും ഇരിപ്പിടങ്ങൾ ഒരുക്കിയോടെ തന്നെ ആൾക്കാർക്ക് വെയിറ്റ് ചെയ്ത് മുഷിഞ്ഞ രീതി തന്നെ മാറുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി ഘട്ടം ഘട്ടമായി ഓരോ കാര്യങ്ങളും ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി എല്ലാ PHകളെയും ഒരുപോലെ തന്നെ മാറ്റുകയുണ്ടായി. ഡോക്ടർമാരുടെയും സ്റ്റാഫിൻ്റെ എണ്ണം കൂട്ടുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടമുള്ള ഡോക്ടർ വന്ന് കാണാം. പണ്ട് ഒരു ഡോക്ടർ ഉണ്ടായിരുന്ന സ്ഥലത്ത് എല്ലാ PHകളിലും ഇപ്പം 2 ഡോക്ടർമാരായി. അപ്പോൾ സ്റ്റാഫ് നഴ്സിൻ്റെ എണ്ണം കൂടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ചികിത്സകൾ കുറച്ചുകൂടെ സ്പീഡിലാവും. ആൾക്കാർക്ക് വന്ന് ക്യൂ നിൽക്കുന്നതിൻ്റെ ഒഴിവാക്കാൻ സാധിക്കുന്നു. മികച്ച രീതിയിലുള്ള ചികിത്സ നേടാനും സാധിക്കുന്നു. ശിരസ് എന്ന പദ്ധതി പ്രകാരമാണ് സ്ട്രോക്ക് അഥവാ മസ്തിഷ്കാഘാതത്തിന് ജില്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലൂടെ ചികിത്സയും 50,000 രൂപ വില വരുന്ന മരുന്നും കേരളം സൗജന്യമായി നൽകുന്നത്. മെഡിക്കൽ കോളേജുകളിലും ശ്രീചിത്ര മെഡിക്കൽ സെന്ററുകൾ പോലുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിലും നൽകുന്ന സേവനങ്ങൾക്ക് സമാനമായുള്ള ഈ ചികിത്സ നിലവിൽ 12 ജില്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലാണ് നൽകി വരുന്നത്. രാജ്യത്ത് തന്നെ ഇത്ര വിപുലമായി ഈ ചികിത്സ സൗജന്യമായി നൽകുന്നത് കേരളത്തിൽ മാത്രമാണെന്നത് ആരോഗ്യമേഖലയിൽ നമ്മുടെ വളർച്ചയ്ക്ക് കൂടുതൽ കരുത്താവുകയാണ്. ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ, അങ്ങനെയുള്ള ഏറ്റവും സാങ്കേതികമായി ഏറ്റവും മികവുള്ള ചികിത്സാ സംവിധാനങ്ങളെല്ലാം ഇപ്പോൾ സർക്കാർ ആശുപത്രിയിൽ പ്രാപ്യമാണ്. ഇതിനോടൊപ്പം തന്നെ അസിസ്റ്റഡ് പ്രോഗ്രാംസ് പലതും ഇൻഷുറൻസ് ആയാലും പല പദ്ധതികളായാലും അതെല്ലാം തന്നെ കോർത്തിണക്കിക്കൊണ്ട് ജില്ലാ ആരോഗ്യ കേന്ദ്രങ്ങളുടെ വികസനം ലക്ഷ്യമാക്കിയുള്ള ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക പദ്ധതികൾ അത് സ്റ്റേറ്റ് മൊത്തം നടപ്പാക്കി എടുത്തു എന്നുള്ളത് ഈ സമൂഹത്തിന്, ഈ രോഗികൾക്ക് വളരെയധികം ആശ്വാസകരമായ കാര്യമാണ്. 20,000-ഓളം വൃക്കരോഗികളുള്ള സംസ്ഥാനമാണ് കേരളം. ഇതിൽ ആശുപത്രികളിൽ എത്താൻ കഴിയാത്ത വൃക്കരോഗികൾക്ക് വീട്ടിൽ തന്നെ സൗജന്യമായി ഡയാലിസിസ് ചെയ്യുന്നതിനായി സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഹീമോ ഡയാലിസിസിനെ അപേക്ഷിച്ച്
രോഗിയുടെയും കൂട്ടിരിപ്പുകാരുടെയും യാത്ര, ആശുപത്രിവാസം തുടങ്ങിയവ ഒഴിവാക്കാനാകുമെന്നതാണ് പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ സവിശേഷത. വീട്ടിൽ വച്ച് സ്വയം ചെയ്യാനാകുന്ന ഈ പ്രക്രിയയ്ക്കാവശ്യമായ മരുന്നുകൾ നമ്മുടെ സർക്കാർ സൗജന്യമായി നൽകുന്നു. 640 രോഗികൾക്ക് ആശ്വാസം പകരുന്ന ഈ പദ്ധതിയിലൂടെയും ആരോഗ്യ കേരളം വികസിത രാജ്യങ്ങൾക്ക് സമാനമാവുകയാണ്. ഇതിൻ്റെ പ്രയോജനം ഇപ്പോൾ ഏകദേശം 640 രോഗികൾക്ക് ലഭിക്കുന്നുണ്ട്. എല്ലാ ജില്ലകളിലെയും ജില്ലാ ആശുപത്രികളിലാണ് CIPD സേവനം നൽകി വരുന്നത്. ഈ പദ്ധതിയിലേക്ക് ജനങ്ങൾ കൂടുതൽ ആകൃഷ്ടരായി വരുന്നതിനോടൊപ്പം ഈ സെൻറ്ററുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനും സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ വർഷം 14 മറ്റ് ആശുപത്രികളിൽ കൂടി ഈ പദ്ധതി വ്യാപിപ്പിക്കാനായിട്ട് സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട്. ഹൃദയധമനികളും ഹൃദയത്തിൻ്റെ അറകളും ദൃശ്യവൽക്കരിക്കുന്നതിനും അസാധാരണത്വം ഉണ്ടെങ്കിൽ ചികിത്സിക്കുന്നതിനും ഉപയോഗിക്കുന്ന ഡയഗ്നോസ്റ്റിക് ഇമേജിംഗ് ഉപകരണങ്ങളുള്ള പരിശോധനാ മുറിയായ കത്തീറ്ററൈസേഷൻ ലബോറട്ടറി അഥവാ കാത്ത് ലാബ് സൗകര്യമാണ് നമ്മുടെ നാട്ടിലെ മറ്റൊരു സൗജന്യ സേവനം. 13 ജില്ലകളിലും കാർഡിയോളജിസ്റ്റ് അടക്കമുള്ള കാത്ത് ലാബുകൾ സജ്ജമാക്കിയ സർക്കാർ ജില്ലാ ആശുപത്രികളിൽ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താൻ വരെ സൗകര്യമൊരുക്കുകയാണ്. ജീവിതശൈലീ രോഗങ്ങൾക്ക് പരിശോധനയും ബോധവൽക്കരണവും ചികിത്സയും ഉറപ്പാക്കിയാണ് ആരോഗ്യരംഗത്ത് സർക്കാർ നവകേരളം സാധ്യമാക്കുന്നത്. പുകയില ഉപയോഗം ജീവിതശൈലീ രോഗങ്ങൾക്ക് കാരണമാകും എന്നതിനാൽ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കൗൺസിലിംഗ് സേവനങ്ങളും ഫാർമാമിത്രയിലൂടെ ആരോഗ്യവകുപ്പ് നിക്കോട്ടിൻ ഗമ്മുകളടക്കമുള്ള മരുന്നുകളും സൗജന്യമായി വിതരണം ചെയ്യുന്നു. ഡി അഡിക്ഷൻ സെൻ്ററുകളിലേക്ക് ചികിത്സ തേടിയെത്തുന്ന ഒരുപാട് പേരുണ്ട്. കുട്ടികളെയും കൊണ്ടുവരുന്നവരുടെ മാതാപിതാക്കളുടെ പ്രയാസങ്ങൾ, അവർക്ക് ഇങ്ങനെ ഒരു സൗകര്യം കിട്ടുന്നു എന്ന് കാണുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന സന്തോഷം, ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വലിയ നേട്ടമാണ്. 2016 രൂപം കൊടുത്ത വിമുക്തി മിഷൻ വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട്. ജനങ്ങളിൽ വളരെയധികം ഒരു പ്രതീക്ഷ ഈ കാലഘട്ടത്തിൽ, ഈ നവീന കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. ലഹരിക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സാധാരണക്കാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഉറപ്പാക്കുന്ന കാരുണ്യ, ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന മെഡിസെപ് തുടങ്ങി കേരളത്തിന്റെ ആരോഗ്യ സംരക്ഷണത്തിനായുള്ള സർക്കാർ ഇൻഷുറൻസ് പദ്ധതികൾ ഭാവി കേരളത്തിലേക്കുള്ള നമ്മുടെ ഉറച്ച കാൽവയ്പുകളാണ്. ആശുപത്രികളിൽ അത്യാധുനിക സൗകര്യങ്ങൾ ഒരുക്കിയും സാംക്രമിക രോഗങ്ങളെ ശാസ്ത്രീയമായി തടഞ്ഞും പോഷകാഹാരം ഉറപ്പാക്കിയും നമ്മുടെ സർക്കാർ ജനങ്ങൾക്ക് സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ ചെലവ് കുറഞ്ഞ മെച്ചപ്പെട്ട ആരോഗ്യം ലഭ്യമാക്കുന്നു. ജീവിതശൈലീ രോഗങ്ങൾ നമുക്ക് മുന്നിൽ ഉയർത്തുന്ന വെല്ലുവിളികളെപ്പോലും തികച്ചും ശാസ്ത്രീയമായി നേരിട്ടുകൊണ്ടാണ് ആരോഗ്യരംഗത്ത്, പ്രത്യേകിച്ചും സൗജന്യ ചികിത്സയിൽ കേരളം ഉജ്ജ്വലമായി മുന്നേറുന്നത്. അതുകൊണ്ട് തന്നെ ഈ മുന്നേറ്റം ഭാവി തലമുറയ്ക്കായുള്ള നമ്മുടെ കരുതലും നാടിൻ്റെ മുന്നേറ്റത്തിനുള്ള നിക്ഷേപവും കൂടിയാണ്. മാറികൾ നാശമതെത്തി